രജീഷ് നരിക്കുനിയുണ്ട് വിശദാംശങ്ങളുമായി. രജീഷ, മുഖ്യമന്ത്രിയുടെ സന്ദർശനം എങ്ങനെ പുരോഗമിക്കുന്നു? ഒപ്പം അവലോകന യോഗത്തിൽ ഉയർന്നു വന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏത് രീതിയിലാണ് പത്തനംതിട്ട റാന്നിയിലായാലും കോന്നിയിലായാലും നമുക്കറിയാം കഴിഞ്ഞ മഴയിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ മേഖലകളാണ്. അതിനുശേഷവും റാന്നിയിൽ വീണ്ടും ഒരു വെള്ളപ്പൊക്കത്തിന് സമാനമായ വെള്ളം ഇറങ്ങിയ ശേഷം വീണ്ടും വെള്ളം എത്തുന്ന ഒരു സാഹചര്യവും റാന്നിക്കുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഏത് രീതിയിലുള്ള ഏകോപന പ്രവർത്തനങ്ങളായിരിക്കും ഇനി മുന്നോട്ടുണ്ടാകുക? നിമിഷ, ഞാനിപ്പോൾ ഉള്ളത് ഈ തോട്ടുപുഴശ്ശേരി പഞ്ചായത്തിലെ ചെറിയരമ്പ് LP സ്കൂൾ ക്യാമ്പിലാണ്. ഇവിടെ ഏകദേശം 55ഓളം പേരാണുള്ളത്. ഇവിടെയാണ് അല്പസമയം മുമ്പ് മുഖ്യമന്ത്രി സന്ദർശനം നടത്തിയത്. അതിനുശേഷം അദ്ദേഹം പോയിട്ടുള്ളത് റാന്നിയിലേക്കാണ്. റാന്നി LP സ്കൂളിലാണ് ഇനി അദ്ദേഹം സന്ദർശനം നടത്തുക. അതിനുശേഷം പിന്നീട് തിരുവല്ലയിലെ തിരുമൂലപുരം സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പിലും മുഖ്യമന്ത്രി സന്ദർശനം നടത്തുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ ദുരന്ത ബാധിത മേഖലകൾ സന്ദർശിച്ച ശേഷമാണ് ക്യാമ്പുകളും സന്ദർശിക്കുമ്പോൾ അദ്ദേഹം ഉച്ചയോടുകൂടി ഇവിടെ അദ്ദേഹം കോഴഞ്ചേരി എത്തി. അതിനുശേഷം ഈ അവലോകന യോഗം ചേർന്നു. അവലോകന യോഗത്തിൽ പ്രധാനമായും ഇപ്പോഴുള്ള സാഹചര്യം വിലയിരുത്തി. ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ നേരിടേണ്ട മുൻകരുതലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചു. ഒപ്പം തന്നെ പ്രളയ ഈ വീടുകളും ഒക്കെ തന്നെ ഉപേക്ഷിച്ച് ഇപ്പോൾ വെള്ളം കയറിയൊക്കെ തന്നെ നാശമായവർക്ക് തിരിച്ചു പോകുമ്പോൾ ധനസഹായവും ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ ആളുകൾക്ക് ഭക്ഷണവും ഒപ്പം തന്നെ മറ്റ് എല്ലാ സജ്ജീകരണവും ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, നേരത്തെ ഏറ്റവും കൂടുതൽ പ്രളയ ബാധിതമായ നേരിട്ടിരുന്ന പരമൂട്ടി പാറ, അതായത് ആറന്മുളയിലെ 2ാം വാർഡാണ്. അവിടെ വലിയ രീതിയിലുള്ള വെള്ളക്കയറ്റം ഉണ്ടാകുകയും നിരവധി ആളുകളെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് ശരിക്കണം ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പാർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ മുഖ്യമന്ത്രി സന്ദർശനം നടത്തി. അതിനുശേഷമാണ് അവിടെ തന്നെ ആറന്മുളയിലെ മറ്റൊരു ദുരിതാശ്വാസ ക്യാമ്പിൽ അദ്ദേഹം സന്ദർശനം നടത്തിയതിനു ശേഷം ഇപ്പോൾ റാന്നിയിലേക്ക് പോയിരിക്കുകയാണ്. സംസ്ഥാനത്തെ സാഹചര്യം മുഴുവൻ അദ്ദേഹം വിലയിരുത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ദുരിത മേഖലകളിലൊക്കെ തന്നെ എന്തൊക്കെ സഹായം ചെയ്യണം, ഒപ്പം തന്നെ മന്ത്രിമാർക്ക് ചുമതല നൽകിയിട്ടുണ്ട്. PC വിഷ്ണുനാഥ് ഒപ്പം ഉണ്ടായിരുന്നു. സ്ഥലം MLA-മാരും ഒക്കെ തന്നെ ഒപ്പം ഉണ്ടായിരുന്നു. ഇവിടെ ദുരിതാശ്വാസ ക്യാമ്പിൽ ഭക്ഷണവും ഒപ്പം തന്നെ കൃത്യമായി തന്നെ വിതരണം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഉച്ചഭക്ഷണത്തിലുള്ള സമയമായെന്ന് തോന്നുന്നു. ഉച്ചഭക്ഷണ വിതരണത്തിലായിരിക്കും അല്ലേ? ഉച്ചഭക്ഷണം കഴിക്കാനുള്ളൂ. ഇപ്പോൾ ഭക്ഷണവും എല്ലാ കാര്യങ്ങളൊക്കെ കൃത്യമായി ലഭിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ലല്ലോ, പ്രശ്നമൊന്നും. ഇപ്പോൾ മുഖ്യമന്ത്രി സന്ദർശനം നടത്തി അല്പം മുടങ്ങിയല്ലേ? വീട്ടിലൊക്കെ അവസ്ഥ എങ്ങനെയാണ് ഇപ്പോൾ? വീട്ടിൽ ഇപ്പം കുഴപ്പമില്ല, വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങി. ഇനിയിപ്പോൾ ക്ലീനിങ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട. കഴിച്ചിട്ട് വീട്ടിലോട്ട് പോയി ക്ലീനിങ് ഒക്കെ ചെയ്തിട്ട് ചെയ്യാനുള്ള പരിപാടി. ഇപ്പോൾ വീട്ടിലേക്ക് മടങ്ങുന്നവർക്ക് ചെറിയൊരു ആശ്വാസവും സർക്കാർ ഇതുമായി ബന്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട് അല്ലേ? 10,000 രൂപയുടെ ആശ്വാസകരമായ കാര്യമല്ലേ? ധനസഹായം അത് പ്രഖ്യാപിച്ചത് ആശ്വാസകരമായിട്ട്. ഇപ്പോൾ നേരത്തെ മുഖ്യമന്ത്രി സന്ദർശനം നടത്തിയപ്പോൾ മുഖ്യമന്ത്രിയോട് സംസാരിച്ച ആളാണ്. എന്താണ് മുഖ്യമന്ത്രിയോട് പറഞ്ഞത്? എന്താണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത്? ഞങ്ങളുടെ വീട്ടിലെല്ലാം വെള്ളമാണ് പറഞ്ഞു. ഞങ്ങൾക്കിനി എല്ലാം ക്ലീൻ ചെയ്യാതെ മൊത്തം ചള്ളയൊക്കെയാണ്. അപ്പം എല്ലാം ശരിയാക്കി തരാമെന്നും പറഞ്ഞു. മുഖ്യമന്ത്രി അടുത്ത് കണ്ട ഒരു അവസരം കൂടിയായിരുന്നല്ലേ? ഭയങ്കര ഹാപ്പിയായി. പിന്നെ ഞങ്ങൾ അതിനു വേണ്ടി മുന്നേ നിന്നതാ. മന്ത്രി എന്നെ കാണാനോ ഓർത്ത് നിന്നതാ, അല്ല വേറൊന്നും അല്ല. എന്ന് മുതലേ ക്യാമ്പിലേക്ക് മാറിയെന്ന് ഞങ്ങള് ജോബി എന്നാലും ഇങ്ങോട്ട് കയറിയത് എന്നായിരുന്നു കയറി? ഏത് ദിവസമായിരുന്നു? 2 ദിവസമായോ? 2 ദിവസത്തിനുള്ളിൽ. 2 ദിവസം ഇറങ്ങി തുടങ്ങിയ വീട്ടിലോട്ട്? വീട്ടിൽ വെള്ളം ഇറങ്ങി. പക്ഷെ ഭയങ്കര കണ്ണട്ടയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങോട്ട് കയറുന്ന ബാത്റൂമിന്റെ ഒരു സൈഡെല്ലാം ഇടിഞ്ഞ് താഴ്ന്നുണ്ട്. ഒരുപാട് വീടിന്റെ ടൈലുകളും ഭിത്തികളിലൊക്കെ പൊട്ടലൊക്കെ ഒരുപാടുണ്ട്. കാരണം ഇപ്പം നമ്മളിപ്പോൾ ഇനിയിപ്പോൾ താഴോട്ട് പോയി നോക്കിയാൽ മാത്രമേ കൃത്യമായിട്ടൊരു ധാരണ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. കാരണം ചില വീടുകളിൽ ആൾക്കാർ പല വീടുകളിൽ മാറി താമസിക്കുന്നവരുണ്ട്. അപ്പോൾ അവർ വീടുകളിൽ വന്ന് നോക്കിയതിന് ശേഷം മാത്രമേ കൃത്യമായിട്ട് നമുക്കൊരു കണക്ക് കിട്ടുള്ളൂ ഇതിൻ്റെ. പിന്നെ ഇപ്പോൾ ഏകദേശം ഇപ്പോൾ 1-2 വീടുകൾ നോക്കിയപ്പോഴത്തേക്ക് ചില ബാത്റൂമിൻ്റെ സൈഡിൽ ഇടിഞ്ഞ് താന്നിട്ടുണ്ട്, ബാത്റൂമിൽ പ്രശ്നങ്ങളുണ്ട്, ടൈലുകളോട് ഭിത്തികളിൽ പൊട്ടലുണ്ട്, അങ്ങനെ ചില പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ട്. ഇപ്പോൾ നമ്മൾ നമ്മുടെ വാർഡ് മെമ്പറോട് പറഞ്ഞു, അബിൻ ബാർക്കിയോട് പറഞ്ഞായിരുന്നു. ഇപ്പം ഇന്നലെ നമ്മുടെ രമേശ് ചെന്നിത്തല വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം മുഖ്യമന്ത്രി നമ്മൾ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവരെല്ലാം ചെയ്തുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെയ്ത് നമുക്ക് 100% വിശ്വാസമുണ്ട്. നമ്മളെ ഇതുവരെ ആരും കൈവിട്ടിട്ടില്ല. നമ്മളെ ഇനിയും കൈവിടത്തിൽ നമ്മൾ 100% വിശ്വാസത്തോടെ നമ്മൾ പോകുന്നു. എന്താണ് പറയാനുള്ളത്? എന്റെ കൂടെ ഫോട്ടോ എടുത്തപ്പോഴേ എനിക്ക് ഏറ്റവും സന്തോഷമായി. മുഖ്യമന്ത്രിയോട് ഇതിനായിട്ട് ആഗ്രഹം നടന്നിട്ടില്ല, കാണണമെന്ന് പോലും ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും ഒരു സന്തോഷകരമായ ഒരു നിമിഷം അവൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത അവനാണ്.
അവന് ഭയങ്കര ഇതാണ് അവന്. എന്തായാലും അവരുടെ കഷ്ടപ്പാടുകളും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയെ നേരിൽ കാണാൻ കഴിഞ്ഞൊരു ആശ്വാസവും ഒക്കെ തന്നെ ഇവർ പങ്കുവയ്ക്കുന്നത്. ഏകദേശം 115ഓളം പേരായിരുന്നു നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന തോട്ടുപുഴശ്ശേരിയിലെ പഞ്ചായത്തിലെ ചെറിയമ്പ് LP സ്കൂൾ ക്യാമ്പിൽ ഉണ്ടായിരുന്നത്. അതിൽ നിന്നും കുറച്ച് പേർ ബന്ധുവീട്ടിലേക്കും മറ്റും മാറി. ചിലരൊക്കെ തന്നെ വീടുകളിലേക്ക് വൃത്തിയാക്കാനൊക്കെ വെള്ളം ഇറങ്ങിയ സമയത്ത് വീടുകളിൽ വൃത്തിയാക്കാനായി പോയിട്ടുണ്ട്. ഇനി ഒരുപക്ഷെ മഴ പെയ്തില്ലെങ്കിൽ ആശ്വാസകരമായ കാര്യം തന്നെയാണ്. അതേസമയം തന്നെ ഏതെങ്കിലും തരത്തിൽ ശക്തമായ മഴ വീണ്ടും ആരംഭിക്കുകയാണെങ്കിൽ വീണ്ടും പ്രതിസന്ധിയാകും. എന്തായാലും നിലവിൽ ഇവിടെ ആശ്വാസകരമായ കാര്യം തന്നെയാണ്. കുറച്ചു പേരൊക്കെ തന്നെ വീട്ടിലേക്ക് മടങ്ങുകയും വെള്ളം ഇറങ്ങുന്ന പല വീടുകളുണ്ടെന്ന കാര്യമൊക്കെ തന്നെ ഇവർ പറയുകയും ചെയ്യുന്നുണ്ട്. ഇനിഷ, മുഖ്യമന്ത്രി ഇനി പത്തനംതിട്ട ജില്ലയിൽ എവിടേക്കാണ് സന്ദർശിക്കാനിരിക്കുന്നത്? ഭാവി പരിപാടികൾ ഇനി ഉച്ചയ്ക്ക് ശേഷമുള്ള പരിപാടികൾ എന്തൊക്കെയാണ് മുഖ്യമന്ത്രിയുടെ ആ ജില്ലയിൽ? ഇപ്പോൾ നേരെ റാന്നിയിലേക്കാണ് മുഖ്യമന്ത്രി പോയിട്ടുള്ളത്. റാന്നിയിലെ ചെറിയമ്പ് LP സ്കൂൾ, ഇതുമായി ബന്ധപ്പെട്ട റാന്നിയിലെ LP സ്കൂളിലേക്കാണ് മുഖ്യമന്ത്രി സന്ദർശനം നടത്തുന്നത്. അവിടെ സന്ദർശിക്കും. അതിനുശേഷം അവിടെ നേരത്തെ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ വലിയ രീതിയിൽ വെള്ളം കയറി നഷ്ടപ്പെട്ട പ്രദേശങ്ങളുണ്ട്. ആ പ്രദേശങ്ങളിൽ ഭൂരിപക്ഷം മുഖ്യമന്ത്രി സന്ദർശിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ക്യാമ്പിലുള്ളവരുമായി സംവദിക്കും. അതിനുശേഷം നഷ്ടമുണ്ടായ വെള്ളം കയറി വലിയ രീതിയിൽ നഷ്ടമുണ്ടായ പ്രദേശങ്ങളിലൊക്കെ തന്നെ മുഖ്യമന്ത്രി സന്ദർശിക്കും. അതിനുശേഷം തിരുവല്ലയിലേക്കാണ് മുഖ്യമന്ത്രി പോകുന്നത്. തിരുമൂലം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പിൽ മുഖ്യമന്ത്രി സന്ദർശനം നടത്തുമെന്നും ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും പത്തനംതിട്ട മേഖലയിലും ആറന്മുള, റാന്നി, തിരുവല്ല മേഖലകളിലാണ് മുഖ്യമന്ത്രി ഇന്ന് സന്ദർശനം നടത്തുന്നത്. അവലോകന യോഗത്തിന് ശേഷമാണ് സന്ദർശന പരിപാടികളൊക്കെ തന്നെ മുഖ്യമന്ത്രി ആരംഭിച്ചിരിക്കുന്നത്.